ആദ്യം അമ്മ എപ്പോഴും കുറെ ദേഷ്യമൊക്കെ കാണിച്ചായിരുന്നു ഞങ്ങളുടെ അടുത്ത്. ഇപ്പൊ പക്ഷെ അങ്ങനെയൊക്കെ ഒന്നുമല്ല. ഞാൻ അനിയത്തി എന്തെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തർക്കിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എന്നിട്ട് അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ ഇപ്പൊ മദർ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം അമ്മ അത്ര പെട്ടെന്ന് ദേഷ്യപ്പെടത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലന്റ് ആയിട്ട് ഡീൽ ചെയ്യും. ഈ ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പോഴും അമ്മ ഡാൻസ് പഠിക്കലുണ്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണം എന്നുള്ളത്. അപ്പൊ ഈ അടുത്താണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ അമ്മയുടെ എന്താ ആഗ്രഹം പറഞ്ഞാലും ഞാനത് ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു കൊടുക്കും. അമ്മ ഒന്നൊരു ബോൾഡായി നിൽക്കുമ്പോൾ എനിക്കും ഒരു ശക്തി കിട്ടിയ പോലെയാണ് ഫീൽ ചെയ്യണത്. മദർ സ്കൂളിൽ വന്നതിന് ശേഷം മോന്, ഞാൻ പറഞ്ഞില്ലേ മോന് 14 വയസ്സായി. അപ്പോൾ ചില കാര്യങ്ങൾ അവന് ഞാൻ ചെയ്തു കൊടുക്കുമ്പം അവൻ ചോദിക്കുന്നത് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഉടനെ മോൻ പറയുന്നത് എന്തിനെന്നെ പ്രസവിച്ചു, എന്തിന് പ്രസവിക്കണ്ടായിരുന്നുവോ, ഞാൻ ഇങ്ങനെ ഒരു വർത്തമാനം പറയും. അപ്പോൾ ഇപ്പോൾ ഞാൻ അവൻ്റെ ആ സംസാരത്തിന് വഴി കൊടുക്കാതെ അത് മയമായിട്ട് അവനോട് സംസാരിക്കാനും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരിത് കഴിവ് കിട്ടി ഈ മദർ സ്കൂളിൽ വന്നതിന് ശേഷം. ഇപ്പം എനിക്ക് തിരുത്താനൊരവസരം കിട്ടിയാൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കത്തേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. അടിച്ചുപോയി അന്ന് കൂടുതൽ മൂത്ത ആളെ. അപ്പം അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞോറും ഞായറാഴ്ച ഞാൻ പറയും നേരത്തെ എനിട്ടിട്ട് അയ്യോ ഒന്ന് വേഗം പണികളൊക്കെ കഴിച്ചിട്ട് പോകണം, ക്ലാസ് ഉള്ളതല്ല. അപ്പം മോളും പറയാറുണ്ട് എന്നോട് ഇന്നമ്മ പോകണില്ലേ നമ്മുടെ മദേഴ്സ് ക്ലാസ്സിൽ. മദർ സ്കൂള് ഏറ്റവും വലിയൊരു ക്ലാസ്സാണെന്ന് പറയുമ്പം എന്നെപ്പോലെ ഒരുപാട് മുറിവുകളൊക്കെ ഹൃദയത്തിലുള്ള ഒരുപാട് അമ്മമാർ കാണും. അപ്പോൾ അവർക്ക് ഈ ഒരു ക്ലാസ് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. എന്ന് പറയുമ്പോൾ അവരുടെ തെറ്റും ശരിയും തിരിച്ചറിയാനും അവർക്ക് തിരുത്താനും പിന്നെ അവരുടെ ആ മുറിവുകൾ മറ്റുള്ളവരോടത്ത് പങ്കുവയ്ക്കാനും അവരെ ഒന്ന് കേൾക്കാനും ഉള്ള ഒരു ക്ലാസ്സാണ് ഇത്. മദേഴ്സ് സ്കൂൾ ഈസ് ബ്യൂട്ടിഫുൾ. മദേഴ്സ് സ്കൂളിൽ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ നല്ലൊരു അമ്മയാണെന്ന് എനിക്ക് ഫുള്ളായിട്ട് തോന്നിയിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു. എനിക്കത് പോകെയാണ് അത് മനസ്സിലായത്. കുട്ടികളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുമായിരുന്നു. വയലൻ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം കയറി അവരോട് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. പക്ഷെ പോകെ എനിക്ക് മനസ്സിലായി അങ്ങനെ പറ്റില്ല. പിള്ളേരോട് കാമാൻ കൊയറ്റായിട്ടിരുന്നാൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിള്ളേരെപ്പോഴും എന്നെ മൂത്താൾ കളിയാക്കുകയും ചെയ്യും. അമ്മ ക്ലാസ് കൂടിയിട്ട് ഞങ്ങളുടെ അടുത്ത് പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് പോകും. ശരിക്കും ഒത്തിരി നമ്മൾ ജീവിച്ചു പോകുന്ന രീതിയിനേക്കാളും കുറേ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് മദർ സ്കൂളിൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. I love you, Amma.